പിന്നെ ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കാര്യ? ഒരു കച്ചവടക്കാരൻ അവനെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കുക, അതിന്റെ കമ്മീഷൻ കിട്ടുക എന്നുള്ളതല്ലാതെ ഇത് ആർക്ക് വിൽക്കുന്നു, ആര് കൊണ്ടുപോകുന്നു, ആര് വാങ്ങുന്നു എന്നത് അവന് വിഷയമല്ല. അപ്പൊ അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്ന് ഇ.കെ.എസ്. മുസ്ലിയാർ മറുപടിയും പറയും. എന്നാൽ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു ചർച്ചക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പ്രസക്തിയുണ്ടോ? മുജാഹിദുകൾ പുത്തൻവാദികളാണ്, വിദേഹത്തിന്റെ ആളുകളാണ്. ആ മുജാഹിദുകൾക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, മുജാഹിദുകളെ തുറന്ന് നമസ്കരിക്കാൻ പാടില്ല, മുജാഹിദുകൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല, അവര് മരിച്ചാൽ അവരെ സന്ദർശിക്കാൻ പാടില്ല, മുജാഹിദുകളുമായി ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന ചില പണ്ഡിതന്മാർ പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഖുർആൻ ആളുകൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കി എന്നതാണ്. ഖുർആൻ പഠിക്കാനുള്ള ഒരു ചാൻസ് ഈ ജനങ്ങൾക്കുണ്ടാക്കി എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് കേരളത്തിൽ പുത്തൻവാദികളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഖുർആൻ പരിഭാഷ പുത്തൻവാദമാണെങ്കിൽ ആ പുത്തൻവാദത്തിൽ പഴയ വാദാരുടേതാ മുജാഹിദികളാ. കാരണം ആദ്യം ഖുർആൻ പരിഭാഷപ്പെടുത്തണം തന്നെ മുജാഹിദീങ്ങളാണ്, പിന്നെയല്ലേ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത്. അപ്പൊ ആരാ യഥാർത്ഥത്തിൽ പുത്തൻവാദികൾ? ആദ്യം ഖുർആൻ പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞവരോ അതല്ല പിന്നെ ഖുർആൻ പരിഭാഷപ്പെടുത്താന്ന് പറഞ്ഞവരോ? ഇപ്പൊ ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, അത് ആരാ ചെയ്യാത്തത്? വാരികകളിൽ, മാസികകളിൽ പ്രത്യേക പംക്തികൾ ഖുർആൻ പഠിക്കാൻ, ഖുർആൻ പരിഭാഷകൾ ആളുകൾ പുറത്തിറക്കുന്നു, ഖുർആൻ പരിഭാഷയുടെ പരസ്യങ്ങൾ ആളുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു, നൽകിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തി അതിന്റെ ഡയറക്ടർമാരൊക്കെയായി ഇപ്പൊ പണ്ഡിതന്മാര് രംഗത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലേ? എന്നാൽ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് മുജാഹിദുകളെ ആളുകൾ പുത്തൻവാദികളാണെന്ന് പറഞ്ഞത്. അതേപോലെ നേരത്തെ നിങ്ങൾ കേട്ടു സ്ത്രീ വിദ്യാഭ്യാസം. കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ചയോ? പെൺകുട്ടികൾ പഠിക്കണോ വേണ്ടേ എന്നൊരു ചർച്ച? മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയില്ല. ഞാൻ പറഞ്ഞില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, 1930 മാർച്ച് മാസത്തിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് യോഗം ചേർന്നുകൊണ്ട് കേരളത്തിലെ 40 പണ്ഡിതന്മാർ, ഈ 40 ആളായത് എന്തിനാ? സമസ്ത മുശാവറയിൽ 40 ആള് കൂടിയാൽ കൂട്ടത്തിലൊരു വലിയുണ്ടാകുന്ന, 40 ആളുണ്ടായാൽ കൂട്ടത്തിലൊരു വലിയുണ്ടാകുന്ന ഇവര് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു വലിയ അടക്കമുള്ള ആള്, ആ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് പാസാക്കി പ്രമേയം എന്ത്? പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ മദ്രസകളിൽ ആൺകുട്ടികൾ പരീക്ഷ എഴുതുകയും പെൺകുട്ടികൾ പരീക്ഷ പറയുകയും ചെയ്തത്? ആൺകുട്ടികൾ പരീക്ഷ എഴുതി, പെൺകുട്ടികൾ പരീക്ഷ പറഞ്ഞു. മാത്രമല്ല, അക്കാലത്തൊരു സംഭവം ഉണ്ടായി. കോഴിക്കോട് പന്നിയങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുലൈഖ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു രവി എന്ന് പറയുന്ന അമുസ്ലിം യുവാവുമായി പ്രണയത്തിലായി. പ്രണയ നൈരാശ്യം കാരണം രവി ഈ സുലൈഖയെ കുത്തിക്കൊന്നു. ഇതുകൂടി ഉണ്ടായപ്പോ നമ്മുടെ മുസ്ലിംമാര് പറഞ്ഞു നടന്നു, നമ്മുടെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണിതാ രവിക്ക് കത്തെഴുതിയില്ലേ? അങ്ങനെ ആ പെണ്ണ് കത്തെഴുതാനുള്ള കാരണം എന്താണ്? അത് അക്ഷരവിദ്യ നേടിയത് കൊണ്ടല്ലേ, എഴുത്ത് പഠിച്ചത് കൊണ്ടല്ലേ. അപ്പൊ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ എഴുത്ത് പഠിച്ചാൽ എന്ത് ചെയ്യും? അവര് മുഴുവൻ പ്രേമലേഖനം എഴുതിക്കളയും എന്ന് പറഞ്ഞിട്ടാണ് അന്ന് എഴുത്ത് പഠിക്കണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇന്ന് സമുദായത്തിന് മുഴുവൻ പ്രേമലേഖനാണോ? ആരെങ്കിലും പറയോ പഠിക്കണ്ട? മുജാഹിദികളെ തുടരാത്ത, മുജാഹിദികളുടെ മയ്യത്ത് നമസ്കരിക്കാത്ത മുജാഹിദ് റോഡിന്റെ ഇടതുവശത്ത് കൂടെ വരുന്നുവെങ്കിൽ അപ്പുറത്ത് ക്രോസ് ചെയ്ത് വലതുവശത്ത് കൂടെ പോകുന്ന അത്രയും വിരോധം മുജാഹിദുകളോട് വെച്ചു പുലർത്തുന്ന ആളുകൾ പോലും സ്വന്തം മകളെ, സഹോദരിയെ പഠിക്കാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് അയക്കുന്നു.
അതിന് ചില ആളുകൾ പറയാറുള്ള ന്യായം എന്താണെന്നറിയോ? അതിപ്പോ വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികളെ ആളുകൾ കല്യാണം കഴിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടികളെ കെട്ടണമെന്ന് ചെറുപ്പക്കാരെ പഠിപ്പിച്ചാ പോരെ? നമ്മള് SSFന്റെ കുട്ടികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ എഴുത്ത് പഠിച്ച പെൺകുട്ടികളെ കെട്ടാൻ പാടില്ല എന്ന് ഒരു പ്രമേയം പാസ്സാക്കണം. എന്നിട്ട് ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യട്ടെ, പഠിക്കാതിരിക്കട്ടെ, അങ്ങനെ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇവര് കെട്ടാത്തതിന് മറ്റവരെ പഠിപ്പിക്കുക എന്നുള്ളതാണോ ചെയ്യേണ്ടത്? മാറി സമുദായം. മുജാഹിദുകൾ കാണിച്ച ആ കൈത്തിരി, ആ വെളിച്ചം, അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി സമുദായം അതിന് പിന്നാലെ നീങ്ങി. ചികിത്സാരംഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ചികിത്സാരംഗത്ത് മാലകൾ, മൗലിദികൾ, ഉറുക്കുകൾ, ഏലസുകൾ, പിഞ്ഞാണമെഴുത്തുകൾ കേട്ടാൽ ഒരുപക്ഷെ ഒരു 25-30 വയസ്സ് പ്രായമൊന്നുമുള്ള ചെറുപ്പക്കാർക്ക് അറിയില്ല എന്താ ഉറുക്ക്, ഏലസ്, പിഞ്ഞാണമെഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോഴത്തെ മുസ്ലിംമാർക്കും ചിലപ്പോൾ അറിയില്ല. അന്നത്തെ മുസ്ലിംമാരുടെ വീടുകളിൽ എനിക്കറിയാം, എന്റെ പിതാമഹന്റെയൊക്കെ അരികിൽ അതിന് പിഞ്ഞാണം എഴുതാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ പ്രത്യേകമായ പേനയും മഷിയും മയ്യും കലമും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, എഴുതി കൊടുക്കാൻ വേണ്ടി. അത് എഴുതി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പാടില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ പറഞ്ഞു, കണ്ടില്ലേ ഈ പിഞ്ഞാണെഴുത്തൊന്നും പാടില്ല എന്ന് പറയുന്ന കുറെ പുത്തൻവാദികൾ. ഒരു നാട്ടിൽ അങ്ങനെ ഒരാള് വന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു, ആ നമ്മൾ അഹമ്മദ് വഹാബിയായിട്ടോ, നമ്മൾ അഹമ്മദ് വഹാബിയായി. പോകുന്നിടത്തൊക്കെ അതാ വഹാബി പോകുന്നു, വഹാബി വരുന്നു എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം വീട്ടിലിങ്ങനെ ഒരാൾ, ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോ ഭർത്താവ് പറഞ്ഞു, അതാ വഹാബി വരുന്നുണ്ട്. ഈ ഭാര്യ ഇത് കേട്ടിട്ടേ ഉള്ളൂ, വഹാബി വഹാബി എന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല. എവിടെയെന്ന് ചോദിച്ചാൽ അതാ വരുന്നതെന്ന്. ഇവരെ എഴുന്നേറ്റ് നോക്കുമ്പോ ഈ അഹമ്മദാ. അത് നമ്മൾ അഹമ്മദല്ലേ? അതെന്നെ വഹാബി. അപ്പൊ ഇത് മനുഷ്യന്മാര് പോലും അല്ലാത്ത എന്തോ ഒരു സാധനമാണ് എന്ന നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ഒരു കാലം. ഇപ്പോഴതുണ്ടോ? മഷിയുണ്ടോ? പെന്നുണ്ടോ? മയ്യും കലമും എന്ന് പറയുന്ന മഷിയും ആ പേനയും ഉണ്ടോ? അത് എഴുതി കുടിക്കുന്ന സമ്പ്രദായമുണ്ടോ? ആ ചികിത്സക്ക് വേണ്ടി ഉറുക്കുകളും ഏലസുകളും മാലകളും ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടോ? ഇല്ലല്ലോ. ഏറെ മികന്തുള്ളേ പേറ്റ് വരുത്തത്തിൽ ഇന്ദേ സ്വഹാബികള് പേരിനെ ചൊല്ലുകിൽ കുഹുരി മുടിയും മൂനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലില്ലാശക്കെന്നോവറ്. എത്ര പ്രയാസപ്പെട്ട പ്രസവവേദനയായാലും ശരി, എത്ര പ്രയാസപ്പെട്ട പ്രസവവേദനയായാലും ശരി, ഈ ബദരീങ്ങളുടെ പേരുള്ള ബദർമാല അങ്ങ് ചൊല്ലിയാൽ യാതൊരു പ്രയാസവുമില്ലാതെ ആ സ്ത്രീ പ്രസവിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഗർഭിണിയായ സ്ത്രീയുടെ അരികിലിരുന്ന് ബദർമാല ചെല്ലുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ നഫീസത്ത് മാല ചെല്ലുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. എന്തിനാ മുജാഹിദുകളെ പുത്തൻവാദികളാക്കിയതെന്നറിയുമോ? എന്തിനാ മുജാഹിദുകളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കിയതെന്നറിയുമോ? എന്തിനാ മുജാഹിദുകളോട് സലാം ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞതെന്നറിയുമോ? എന്തിനാ മുജാഹിദുകളുടെ പരിപാടി കേൾക്കരുത്, അതിന് പോകരുത്, അതുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞതെന്നറിയുമോ? നിങ്ങൾ ഇങ്ങനെ ഈ മാല ചൊല്ലിയിരുന്നാൽ പോരാ, ഈ തരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തിയാൽ പോരാ, മറിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അനുവദനീയമായ ചികിത്സാ സമ്പ്രദായങ്ങൾ ചെയ്യുകയും വേണം. ഇത് മുജാഹിദുകൾ പറഞ്ഞതിന്റെ പേരിലാണ് മുജാഹിദുകൾ പുത്തൻവാദികളായത്. അത് പറഞ്ഞപ്പോ മുജാഹിദുകൾ പുത്തൻവാദികളായി. എന്നാൽ ഇന്ന് ജാറത്തിന്റെ അടുത്തൊക്കെ ആസ്പത്രിയാണ്. എന്തിനാ? ജാറത്തിലെ ശൈഖൻ എല്ലാറ്റിനും കഴിയുന്ന, എല്ലാ രോഗവും മാറ്റുന്ന ആളുകളല്ലേ. പിന്നെ അതിന്റെ അടുത്ത് എന്തിനാ ആസ്പത്രി? ഒന്നങ്ങനെ. ഇനി അല്ലാതെ തന്നെ തുടങ്ങുന്ന ആസ്പത്രികൾ നിങ്ങൾ പോയി നോക്കൂ.
ഇവിടെയുള്ള പല മുജാഹിദികളോട് വിരോധം വെച്ച് പുലർത്തുന്ന പലരും ആസ്പത്രികൾ നടത്തുന്നുണ്ട്. ആ ആസ്പത്രികളിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അറ്റൻഡന്റുമാരുണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, എക്സ്റേ ഉണ്ട്, സ്കാനിംഗ് ഉണ്ട്, അതുപോലെയുള്ള സകല ഏർപ്പാടുകളും ഉണ്ട്. എന്നാൽ മഹാനാണ്, വലിയാണ് എന്ന് പറയുന്ന ആരെയെങ്കിലും ആസ്പത്രിയിൽ ഇരുത്തി നമ്മൾ കാണുമോ? എന്തിന്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ, കൺകൊണ്ട് കണ്ടതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. ഒരാളിങ്ങനെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന കൊണ്ടുവന്ന് കിടത്തുകയാണ്. റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ അപ്പൊ ഈ വലിയനമല്ല കൊണ്ടുവരും. എന്നിട്ടോ വലിയൊന്നിങ്ങനെ നോക്കും. അപ്പോ കുപ്പിയിലുള്ളത് കാണുന്ന മാതിരി നമ്മളെ കൽബിലുള്ളതൊക്കെ മൂപ്പര് കണ്ടിട്ട് പറയും, 2 ബ്ലോക്ക് ഉണ്ട്, എക്സ്റേ വേണ്ട, സ്കാനിങ് വേണ്ട, വേറെ ഒരു ചികിത്സയും വേണ്ട. അപ്പൊ ഇയാളിങ്ങനെ പറയാ. അപ്പോൾ മറ്റേ ആള് ചികിത്സ വിധിക്കുക, 2 ബ്ലോക്ക് ആണെങ്കിൽ ഇവിടുത്തെ കൊണ്ട് നടക്കൂല. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് മടവൂര്, മമ്പുറം, പിന്നെ പുത്തമ്പള്ളി, ഭീമാപ്പള്ളി വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ബാഗ്ദാദിൽ നിന്ന് കൊണ്ടുവന്ന ഉറുക്കന്നെ ആയിക്കോട്ടെ. ഇനിയല്ല, ബ്ലോക്ക് കൂടുതലാ. അപ്പൊ എന്ത് ചെയ്യാ, ഇതൊന്നും ശരിയാവൂല, തിരുകേശം, ബലൂൺ സർജറി എന്നൊക്കെ പറയണ മാതിരി തിരുകേശിട്ട് മുക്കിയ വെള്ളം അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചികിത്സ വിധിക്കുന്ന ഏതെങ്കിലും ആസ്പത്രി ഉണ്ടോ? എന്തേ ഇല്ലാത്തത് സഹോദരന്മാരെ? ഇനിയൊരു ഗർഭിണിയെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവരുന്നു, എക്സ്റേ ഇല്ല, സ്കാനിംഗ് ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല, ഗ്ലൂക്കോസ് ഇല്ല. എന്താ? നേരെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അതാർക്ക്? അത് വഹാബികളെ പോലെയുള്ള പുത്തൻവാദികൾക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മപഠന്മാരുടെ ഭാര്യമാരും സഹോദരിമാരും ആസ്പത്രിയിലേക്ക് വരുമ്പോ നേരെ മാലാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെല്ലുകയാണ്. അവിടെ വെച്ച് ഭദ്രമാല അല്ലെങ്കിലോ നഫീസത്ത് മാല ഇത് ചെല്ലുന്ന ഒരു ഏർപ്പാട് ഏതെങ്കിലും ആശുപത്രിയിലുണ്ടോ? ഇല്ല. എന്തേ ഇല്ലാത്തത്? മുസ്ലിംമാർക്ക് താല്പര്യമില്ല എന്നിട്ടാ? അല്ല, പിന്നെ അവർക്ക് ഇപ്പോഴും താല്പര്യമാണ്. ആ കഴിഞ്ഞുപോയ നല്ല കാലത്തെ പറ്റി സങ്കടപ്പെട്ട് കരയുന്ന ഒരുപാട് മുസ്ലിംമാരുടെ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് ആ അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് ആ അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്ത് നല്ല കാലമായിരുന്നു മാലയുടെ കാലം, മൗലിദിന്റെ കാലം, ഉറുക്കിന്റെ കാലം, ഏലസിന്റെ കാലം. ഇപ്പൊ ഈ വഹാബികൾ വന്നിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് സങ്കടപ്പെടുകയാണ് പലരും. അപ്പോ പണ്ഡിതന്മാർക്ക് താല്പര്യമുണ്ട്, മുസ്ലിംമാർക്ക് താല്പര്യമുണ്ട്. പിന്നെ ആർക്കാ താല്പര്യമില്ലാത്തത്? ജനങ്ങൾക്ക് താല്പര്യമില്ല. അവര് മുജാഹിദായിട്ടാ? അല്ല. ഇത് ശരിയല്ല, ഇത് ദീനല്ല, പറയുന്നതിന് പ്രമാണമില്ല, തെളിവില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. കേരളത്തിലെ മുസ്ലിങ്ങളിൽ മുജാഹിദുകൾ എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മുജാഹിദ് ആശയം അംഗീകരിച്ചവരാണ്. ഞങ്ങൾ മുജാഹിദാണ് എന്ന് പറയാൻ ആളുകൾ തയ്യാറല്ല. പക്ഷേ മുജാഹിദ് ആശയം ഭൂരിഭാഗവും അംഗീകരിച്ചവരാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത്തരം വിഷയങ്ങൾ, അതിലൊക്കെ മുജാഹിദുകളായി ആളുകൾ. കാരണന്മാർ പറയും, മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ്. കാരണന്മാർ പറയും, മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ വിശ്വാസത്തിന്റെ, സംസ്കാരത്തിന്റെ, മതത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മുജാഹിദികൾ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്വം. അല്ലാതെ പുതിയൊരു ആദർശത്തിലേക്ക് ക്ഷണിക്കലല്ല. പുതിയ ഏതെങ്കിലും ഒരു കാര്യം മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനില്ല, ഒരു പുത്തൻവാദത്തിലേക്കും ക്ഷണിക്കാനില്ല. മറിച്ച്
ഏറ്റവും പഴയ ആദർശത്തിലേക്ക്, അഥവാ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരാദർശത്തിലേക്കാണോ ക്ഷണിച്ചത്, ഏതൊരാദർശമാണോ പഠിപ്പിച്ചത്, ആ ആദർശത്തിലേക്കാണ് മുജാഹിദുകൾ ആളുകളെ ക്ഷണിക്കുന്നത്. ആ ആദർശത്തിന്റെ